ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇത് CPM എടുത്തു, നേതാക്കന്മാരെടുത്തു എന്ന്. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 1999 വിജയ് മല്യയുടെ സ്വർണം പൂശൽ പൂർത്തീകരിച്ചത്. ആ 99 ശേഷം ഇപ്പോൾ 2019 ഈ വിഷയങ്ങൾ ഉയർന്നു വന്നത്. ഇതിനിടയിൽ 20 കൊല്ലമുണ്ട്. ഈ 20 കൊല്ലം ശരിക്കും പറഞ്ഞ ഒരു 18 കൊല്ലം 19 കൊല്ലമുണ്ട്. അതിൽ 10 കൊല്ലവും കേരളം ഭരിച്ചത് നിങ്ങളാണ്. അതിനൊന്നും ഇല്ലേ? അതുകൊണ്ട് 1999 സ്വർണം പൂശിയ ആ ദേവപാലക വിഗ്രഹമായാലും അത് ശില്പമായാലും അനുബന്ധ പ്രദേശമായാലും ഏത് ഘട്ടത്തിലാണ് അഴിച്ചത്? 2019 ഇതിങ്ങനെ ഒരു തീരുമാനമെടുത്ത്, തന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഇത് അയച്ചു കൊടുത്തത് ആ സമയത്താണ്. ഇത് ഏത് സമയത്താണ് ഇത് നഷ്ടപ്പെട്ടത്? അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഏത് കാലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അതായത് ഇൻവെന്ററി തയ്യാറാക്കി തിരുവാഭരണ രജിസ്റ്ററിൽ പെട്ട മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും മറ്റ് ആഭരണങ്ങളും അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഏറ്റവും സീനിയർ ജഡ്ജ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം അരുൺ, ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കുക. അരുൺ കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഈ വിഷയത്തോട് പ്രതികരിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, താങ്കൾ ഒരു അഭിഭാഷകനാണ്. ഇതൊക്കെ എന്ത് നോക്കൂ, 2019 98 തുടങ്ങി 99 ഇത് പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യമായി ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അതുവരെ ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് ഇത് അഴിക്കുകയോ ഇതിന്റെ മറ്റൊരു പ്രശ്നം കണ്ടെത്തുകയോ ഇത് നവീകരിക്കുകയോ പ്ലേറ്റിങ്ങോ ക്ലാഡിങ്ങോ ഒന്നും നടന്നിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? 1.5 കിലോ സ്വർണം ഈ 2 ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ രേഖ ദേവസ്വം ബോർഡിൽ ഇരിക്കെ ദേവസ്വം ബോർഡിന്റെ യോഗം ഈ അഴിച്ചു കൊടുത്ത 2 പാളികൾക്കും 2 ദ്വാരപാലക ശില്പങ്ങൾക്കും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി വെളുപ്പിച്ചു കൊടുത്തത് എന്തിനാണ്? അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? താങ്കൾ 1.5 കിലോ എന്ന റിപ്പോർട്ടിൽ ഉണ്ട് എന്നും പറയുന്നു. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ആ റിപ്പോർട്ടിന്റെ ഒരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പക്ഷെ ഞാനൊരു മഹസർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 800 ഗ്രാമാണ് ദ്വാരപാലക ശില്പത്തിൽ അന്ന് ആഡ് ചെയ്തത് എന്നതാണ്. 800 ഗ്രാം. എന്തോ എങ്ങനെ? 800 ഗ്രാം 100 പവനാണ് വരുന്നത്. 125 പവനാണ് 1 കിലോ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ വിവരമാണ് ഞാൻ പറയുന്നത്. അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, ഞാൻ അതിന്റെ ഒരു ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ കറിയും ഒറ്റ ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. കാരണം ഇതെല്ലാം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ സ്പെഷ്യൽ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ അരുൺകുമാർ, ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടായിരുന്ന സ്വർണം കളവ് പോയോ ഇല്ലയോ? അത് ഉത്തരം പറ. എനിക്ക് അതിൽ പറയാൻ കഴിയില്ല ഇപ്പോ. കാരണം അത് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ്. പറയുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ശബരിമലയിൽ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതിലേക്ക് ഞാൻ വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ അറിവേ ഇപ്പൊ ഉള്ളൂ. താങ്കൾ ഇപ്പൊ ആധികാരികമായിട്ട് പറയുകയാണ്. ഇവിടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് കൊടുത്തതിൽ 1.5 കിലോ സ്വർണം ഇത് ദ്വാരപാലക ശില്പത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആധികാരികമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് താങ്കൾ പലതവണ ആവർത്തിച്ചത്. അതുകൊണ്ട് അതിന്റെ കോപ്പി ആദ്യം തന്നാൽ അത് നോക്കി പറയാം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്തിരിക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇവിടെ 1999 കൃത്യമായി പതിപ്പിച്ചു എന്നുള്ളതിന്റെ രേഖയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ 19 കൊല്ലം കഴിയുമ്പോൾ അതിൽ ശരിക്കും ചെമ്പ് പാളി എന്ന മഹസറിലും ഉത്തരവിലും എങ്ങനെ വന്നു? അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അത് അന്വേഷിക്കണം. ഇത് അടർത്തിയെടുത്ത് കൊടുക്കുമ്പോൾ സ്വർണം പൂശിയ 2019 പാളി തന്നെയല്ലേ കൊടുത്തു വിട്ടത്? അതും ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ
അതും സ്വർണം പതിച്ച പാളികൾ എടുത്തു കൊടുത്തപ്പോൾ ചെമ്പെന്ന് രേഖയുണ്ടാക്കി തിരികെ വന്നപ്പോൾ 394 ഗ്രാം സ്വർണം പുതിയതായി അതിൽ ചേർത്ത് ഒന്ന് രേഖയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? അതിലുണ്ടായിരുന്ന സ്വർണം കളവ് പോയി എന്നുള്ളതല്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അല്ല, അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്കൾ അരുണിന്റെ ബോധ്യത്തില് അത് ചെമ്പുപാളിയായിരുന്നു, സ്വർണം പതിച്ച ചെമ്പുപാളികളായിരുന്നു. ഇപ്പോ ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് സ്വർണം പതിച്ച ചെമ്പുപാളിയാണോ എന്നുള്ളത് അവിടെ സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യമോ അല്ല, മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. ആരെങ്കിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിച്ചിരുന്നു എന്ന കാര്യത്തിൽ അരുണിന് സംശയമുണ്ടോ? ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഇല്ല, ഞാനൊരു സംശയം ഒരു ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ സംശയം അപ്പൊ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അല്ല കൊടുത്തപ്പോൾ അത് ചെമ്പുപാളി എന്നാണ് രേഖയുണ്ടാക്കി കൊടുത്തത്, അതും ശരിയല്ലേ? അത് നമ്മൾ എത്ര ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു, അതിലെന്താ താങ്കൾക്ക് സംശയം? അന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും മഹസറിലും കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് സ്വർണം പൂശിയ ചെമ്പുപാളികളെ ചെമ്പുപാളികളെന്നാക്കിയത് ഒരു കൃത്രിമമാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ 49 പവൻ സ്വർണം അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്പോൺസറുടേതാണ്. അത് ദേവസ്വത്തിന് ഒരു സ്പോൺസർ അധികമായി നൽകിയ സ്വർണമാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നേരത്തെ ക്ലാഡ് ചെയ്ത സ്വർണം എവിടെ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അത് അന്വേഷിക്കട്ടെ. ഇപ്പോ അതല്ലേ മോഷണം? ഉദ്യോഗസ്ഥൻ തന്നെ നമ്മൾ മോഷണം നടന്നു, കുറഞ്ഞപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ എന്താണ് അരുണ് കഴിയാത്തത്? കേവല യുക്തി വെച്ച് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം ഒരു ഹൈക്കോടതി ജഡ്ജ് അന്വേഷിക്കുന്നു. അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു. അവരന്വേഷിച്ച റിപ്പോർട്ട് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഫൈൻഡിംഗിൽ എത്താം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള അന്വേഷണം? സത്യം. ഞാൻ വീണ്ടും ചോദിക്കുന്നു കെ. അരുൺകുമാർ, ശബരിമല ശ്രീകോവിലിൽ അതിന്റെ പ്രധാന കവാടത്തിന്റെ ഇരുവശത്തുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ 98-ൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് പതിച്ച സ്വർണം നഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം 1999 ഇത് ആഡ് ചെയ്തു, അതിൽ കൃത്യമായിട്ട് ക്ലാഡിംഗ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഏത് ഘട്ടത്തിലാണ് ഇത് മാറ്റം വന്നത്? എന്തുകൊണ്ടാണ് വരെ അതിൽ തൊട്ടതായി നമുക്ക് രേഖയില്ല. സ്വർണം ആവിയായി പോകുന്ന സാധനമല്ല. ഇപ്പോൾ 49 പവൻ പുതിയതായി ചേർത്ത് ഒന്നും രേഖയുണ്ട്. കളവ് പോയി, കൊള്ളയടിച്ചു, അതല്ലേ സത്യം? അല്ല, അതിപ്പോ കൃത്യമായി ഹൈക്കോടതിയുടെ ജഡ്ജും അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷിക്കട്ടെ. ഇത് ഏതെങ്കിലും തരത്തിൽ സ്ട്രോങ് റൂമിലുണ്ടോ, അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നത്? ആ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രോങ് റൂമിലിരിക്കുവോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.